നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ് എന്ന് പറയാൻ വേണ്ടി, അതങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി, ചെയ്യാൻ വേണ്ടി SIT കൃത്യമായ തെളിവ് ശേഖരണം നടത്തുന്നുണ്ട്. ആ തെളിവ് ശേഖരണം നടത്തുമ്പോൾ പരാതിക്കാരിയുടെ ഭാഗത്ത് നിന്ന് കൂടി, അല്ലെങ്കിൽ പരാതിക്കാരി കൂടി ഈ ഒരു കേസിൽ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം, കോടതിയുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് തെളിവുകൾ ശേഖരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടവും യുവതിയും തമ്മിലുണ്ടായ ഈ ബന്ധം നടന്നത് തിരുവല്ലയിലെ ഒരു ഹോട്ടലിലാണ് എന്ന് പറഞ്ഞിരുന്നു. 2024 ഏപ്രിൽ 8 തീയതി ഉച്ചതിരിഞ്ഞാണ് ഇവർ രണ്ടുപേരും ഹോട്ടലിൽ എത്തിയത് എന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ SIT ശേഖരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, യുവതിയാണ് റൂം ബുക്ക് ചെയ്തതും അതിനകത്ത് പേര് കൊടുത്തത് രാഹുൽ VR എന്നാണ് പേര് കൊടുത്തിരുന്നത്. യുവതി തന്നെയാണ് ഈ പേരും തന്റെ പേരും രാഹുലിന്റെ പേരും എഴുതി ചേർത്തത്, അല്ലെങ്കിൽ എഴുതിയത് എന്നാണ് മനസ്സിലാവുന്നത്. ഈ ദൃശ്യങ്ങളും ഈ രജിസ്റ്ററും ഇപ്പോൾ SIT പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തിനാണ് രാഹുൽ എന്ന പേര് എഴുതിയത് എന്ന് യുവതിയോട് രാഹുൽ ചൂടായി എന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും പലരും പറയാൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് യുവതിയെ ഈ റൂമിലേക്ക് ബുക്ക് ചെയ്ത് ഈ റൂമിലേക്ക് വിളിച്ചത് എന്നാണ്. അപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: പീഡനമായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ശാരീരിക പീഡനമാണ്, ബ്രൂട്ടലി റേപ്പ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് യുവതിയെ കൊണ്ട് തന്നെ മുറി ബുക്ക് ചെയ്യിപ്പിച്ച? എന്തെങ്കിലും സംശയം തോന്നി? ഇപ്പോൾ മുറി ബുക്ക് ചെയ്യുന്നത് ഒരു MLAയും ഒരു യുവതിയും തമ്മിൽ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയല്ല എന്ന് ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന പലർക്കും അറിയാം. ഇനി MLAയും ഒരു യുവതിയും തമ്മിൽ ഇരുന്ന് സംസാരിക്കാൻ തന്നെ റൂം ബുക്ക് ചെയ്യട്ടെ. യുവതി എപ്പോഴും ഒരു തുണയെ എന്ന കൂടെ കൂട്ടാത്ത എന്തുകൊണ്ട്? ഒരു MLAയുടെ അടുത്തൊക്കെ ഒറ്റയ്ക്ക് ഒരു റൂം ബുക്ക് ചെയ്ത് വിളിക്കുകയാണ്, തൻ്റെ പരാതിയും പരിഭവവും തൻ്റെ ദുഃഖവും ഒക്കെ പറയാനായി വിളിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യുവതി എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടിയില്ല എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, ഒരു പക്ഷെ വിശ്വസിച്ച് പോയിട്ടുണ്ടാകണം, അങ്ങനെ ആയിരിക്കാം സംഭവിക്കുക, അതായത് സംഭവിച്ചിട്ടുണ്ടാവുക. വിശ്വസിച്ചു, രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ വിശ്വസിച്ചു, അങ്ങനെ വിശ്വസിച്ചു പോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കേസിന് തെളിവുകൾ ഉണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുകയും ഈ തെളിവുകൾ അവിടെ കോടതിയിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയെങ്കിൽ ചില ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനും ചോദിക്കാനുണ്ട്. ആ ചോദ്യത്തിന് കൂടി ഇവർ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും തിരുവല്ല കോടതിയിലാണ് ഇപ്പോഴാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും രാഹുലിന് ജാമ്യം ലഭിക്കില്ല എന്ന അടിയുറച്ച വിശ്വാസത്തിൽ പോലീസ് സംഘം രാഹുലിനെ ചോദ്യം ചെയ്യാനായി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒന്നും തന്നെ രാഹുൽ ഒരു തരത്തിലും ചോദ്യം ചെയ്യലിൽ സഹകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ചില തെളിവുകൾ നിരത്തിയപ്പോഴാണ് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഇത് എന്ന് രാഹുൽ സമ്മതിച്ചത് പോലും. അങ്ങനെയെങ്കിൽ ശാസ്തമംഗലം അജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്: രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ചോദ്യങ്ങളുമായി സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈംഗിക ശേഷി അദ്ദേഹത്തിന്റെ പരിശോധിച്ചു, അതെങ്ങനെയാണ് അദ്ദേഹം സമ്മതിക്കാതെ നടത്തുക എന്ന ചോദ്യവുമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ലൈംഗിക ശേഷിയുടെ പരിശോധന നടത്താനായി സമ്മതിച്ച ഒരു വ്യക്തി എന്തുകൊണ്ട് ചോദ്യം ചെയ്യലുമായി സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ സഹകരിക്കുന്നില്ല എന്ന് അവർ പറയുന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവിടെയാണ് ചില ഫാബ്രിക്കേറ്റഡ് കളികൾ ഇതിനിടയിൽ നടക്കുന്നതായി സംശയിക്കുന്നതായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ തന്നെ ചോദിക്കുന്നത്. ഇതേ അഭിഭാഷകൻ തന്നെയായിരുന്നു രാഹുൽ ഈശ്വറിനും ഉണ്ടായിരുന്നത്, ശാസ്തമംഗലം അജിത്ത്. പിന്നീട് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ തന്നെ ആ അഭിഭാഷകനെ മാറ്റുകയായിരുന്നു, പകരം മറ്റൊരു അഭിഭാഷകനെ വെക്കുന്നു. ശരി, ഇനി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഇന്ന് കോടതിയിൽ ജാമ്യ ഹർജി വരുന്നുണ്ട്. മാത്രമല്ല, കുറ്റപത്രം സമർപ്പിക്കാനായി പോകുന്നുണ്ട്. കുറ്റപത്രത്തിൽ തീർച്ചയായും 1ഉം 2ഉം കേസുകളെ കുറിച്ചും പരാമർശമുണ്ടാകും. 3ആം കേസിനെ കുറിച്ച് കൃത്യമായുള്ള രഹസ്യമൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ട്. മാത്രമല്ല, ചാറ്റുകളുണ്ട്. അതുമാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഐഫോൺ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 1ലധികം ഇലക്ട്രിക് ഉപകരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ചില ഇലക്ട്രിക് ഉപകരണങ്ങളിനകത്ത് ചില നഗ്ന ദൃശ്യങ്ങൾ അടക്കമുള്ളവയും ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. കുറ്റപത്രത്തിൽ ഇവയെല്ലാം വിശദമായി തന്നെ നൽകാനുള്ള സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ രാഹുലിനെതിരെയുള്ള ഈ ഒരു ചോദ്യങ്ങൾ അത് പലതായി ഉയരുന്നുണ്ട്. എന്തായാലും പരാതിക്കാരുടെ രഹസ്യമൊഴി ഉടൻ തന്നെ പുറത്തു വരുമെന്ന വിവരവുമുണ്ട്. മാത്രമല്ല, ഇവരുടെ തമ്മിലുള്ള ചാറ്റുകളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേസ് നൽകാൻ ഇത്രയും വൈകി? എന്തിനാണ് നിങ്ങൾ റൂം ബുക്ക് ചെയ്ത് പോയത് എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രായമുണ്ടല്ലോ, അപ്പോൾ റൂം ബുക്ക് ചെയ്തത് ഇതിനാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്നാൽ ആ ചോദ്യങ്ങളൊക്കെ തന്നെ കോടതിയിലും അവർ നേരിടേണ്ടി വരും. ആ കോടതിയുടെ നിർണായക കോടതിക്ക് മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, നിയമത്തിന് മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, എല്ലാവരും തുല്യർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെങ്കിൽ അതുപോലെ തന്നെയുള്ള തെറ്റുകാരി തന്നെയല്ലേ പരാതിക്കാരി എന്ന സാധാരണക്കാരുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി അത് കോടതി തരും. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് ഒരു സൈൻ രാഹുലിന് കിട്ടുമോ എന്ന കാര്യത്തിൽ രാഹുലിന്റെ അഭിഭാഷകന് പോലും സംശയമുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഈ ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട നീക്കം എന്ന് കാത്തിരുന്ന് കാണാം.